മുബഷീർ എന്തായാലും തിരുപ്പൂരിൽ നിന്ന് സംഘം മടങ്ങിയിട്ടുണ്ട്. അവരിനി പാലക്കാട് ഈ പോത്തുണ്ടി ഭാഗത്തുള്ള നെല്ലിയാമ്പതി വനമേഖലയുടെ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചായിരിക്കും പ്രധാനമായിട്ടും അന്വേഷണം നടത്തുക. പക്ഷേ ഇതിലേറ്റവും നിർണായകമായത് മൊബൈൽ ഫോണാണ്. ആ മൊബൈൽ ഫോൺ പക്ഷേ ഇയാൾ രക്ഷപ്പെടുന്നതിനിടയിൽ താഴെ പാടത്ത് വീണുപോയി എന്നാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് മൊബൈൽ ഫോണിൻ്റെ ടവർ ഉപയോഗിച്ചുകൊണ്ട് നിരീക്ഷണം നടത്തുക സാധ്യമല്ല. പക്ഷേ ഡ്രോൺ ഉപയോഗിച്ചുള്ള നീക്കമൊക്കെ നടത്തിയിരുന്നുവല്ലേ പോലീസ്? തീർച്ചയായും അരുൺകുമാർ, ഇന്നലെ തന്നെ ഡ്രോണുകൾ ഉപയോഗിച്ചുള്ള ഒരു പരിശോധന നെല്ലിയാമ്പതി വനമേഖലകൾ കേന്ദ്രീകരിച്ച് പോലീസ് നടത്തിയിട്ടുണ്ട്. ഒരു തുമ്പും പോലീസിന് ഇതുമായി ബന്ധപ്പെട്ട് ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ്. അരുൺകുമാർ പറഞ്ഞ മൊബൈൽ ഫോൺ ലഭിച്ചതുമായി ബന്ധപ്പെട്ട വിവരത്തിലേക്ക് കടക്കുമ്പോൾ മൊബൈൽ ഫോൺ ലഭിച്ചിരുന്നു, പക്ഷേ അതിൽ നിന്നും സിം കാർഡോ മെമ്മറി കാർഡോ ഒന്നും തന്നെ പോലീസിന് ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ടും സിം കാർഡ് ഉണ്ടായിരുന്നെങ്കിൽ ലൊക്കേഷൻ രജിസ്റ്റർ ചെയ്തുകൊണ്ട് അത് നിർണായക വിവരമാക്കി മാറ്റി പ്രതിയിലേക്ക് എത്താൻ സാധിക്കുമായിരുന്നു. പക്ഷേ അതൊന്നും തന്നെ പോലീസിന് ലഭിച്ചിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും എങ്ങനെയാണ് പ്രതിയെ ഇനി പോലീസ് പിടികൂടാൻ പോകുന്നതെന്ന പ്രധാനപ്പെട്ട ചോദ്യം പോലീസിന് മുന്നിൽ ഉണ്ട് എന്നുള്ളതാണ്. ഇന്നലെ രാവിലെ 10 മണിയോടുകൂടി സംഭവിച്ച കൊലപാതകത്തിൽ മണിക്കൂറുകൾ പിന്നിട്ടും പ്രതിയെ പിടികൂടാത്തതിൽ വലിയ പ്രതിഷേധമുണ്ട്. ഇന്നലെ അർദ്ധരാത്രിയോടുകൂടി ഉൾപ്പെടെ നാട്ടുകാരുടെ നേതൃത്വത്തിൽ ഈ ഒരു മേഖലയിൽ തെരച്ചിലുണ്ടായിരുന്നു. വനമേഖല അറിയുന്ന നാട്ടുകാരൊക്കെ തന്നെ പ്രതിയായിട്ടുള്ള ചെന്താമര ഉൾവനത്തിൽ തന്നെ ഉണ്ടാകുമെന്നൊരു അവകാശവാദം തന്നെയാണ് ഉന്നയിക്കുന്നത്. 2019 കൊലപാതകത്തിന് ശേഷം 4 ദിവസമാണ് അരുൺകുമാർ, അത് ഓർക്കണം, 4 ദിവസമാണ് ഉൾവനത്തിൽ ചെന്താമര ഒളിച്ചിരുന്നത്. നാട്ടുകാരാണ് അയാളെ ഈ ഒരു വിവരം പോലീസിനെ അറിയിക്കുന്നത്. പിന്നീട് പോലീസിനെയും നാട്ടുകാരെയും അതിവിദഗ്ധമായി കബളിപ്പിച്ചുകൊണ്ടാണ് ചെന്താമര സ്വന്തം സഹോദരന്റെ വീടായ രാധാകൃഷ്ണന്റെ വീട്ടിലെത്തി ഭക്ഷണം കഴിക്കുന്നത്. ഈ ഒരു വിവരം രാധാകൃഷ്ണൻ പോലീസിനെ അറിയിച്ചതിനെ തുടർന്നാണ് പോലീസ് അവിടെ എത്തി ചെന്താമരയെ കസ്റ്റഡിയിലെടുക്കുകയും പിന്നീട് അറസ്റ്റ് ചെയ്തത്. നേരത്തെ ഇക്ബാൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഭക്ഷണം കഴിക്കുന്നതിന് വേണ്ടിയാണ് അയാൾ 4 ദിവസത്തിന് ശേഷം ഉൾക്കാട്ടിൽ നിന്നും ഇറങ്ങി വരുന്നത്. സ്വാഭാവികമായിട്ടും ഭക്ഷണം പ്രധാനപ്പെട്ടതായതുകൊണ്ട് തന്നെ ഇത്തവണയും അദ്ദേഹം പുറത്തിറങ്ങി വരുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് പോലീസും നാട്ടുകാരുമുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും പോലീസ് ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് തിരച്ചിലിൽ എന്തു ചെയ്തു എന്ന ചോദ്യം സ്വാഭാവികമായിട്ടും നാട്ടുകാർ ഉന്നയിക്കും. അത് വലിയ പ്രതിഷേധത്തിലേക്ക് നയിക്കുമോ എന്നുള്ളതാണ് ഇനി നോക്കിക്കാണേണ്ടത്. അരുൺകുമാർ, ഇക്ബാൽ, ഇന്നിപ്പോൾ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം എപ്പോഴേ ആയിരിക്കും ബന്ധുക്കൾക്ക് മൃതദേഹങ്ങൾ വിട്ടുകൊടുക്കുക? മാത്രമല്ല KSUവിൻ്റെയും യൂത്ത് കോൺഗ്രസിൻ്റെയും ഒക്കെ നേതൃത്വത്തിൽ നെന്മാറയിലേക്ക് ഒരു പ്രതിഷേധമുണ്ടെന്നറിയുന്നു. നെന്മാറ പഞ്ചായത്തിൻ്റെ പരിധിയിൽ കയറരുത് എന്ന കോടതി ജാമ്യ ഉത്തരവുണ്ടായിരുന്നിട്ടും അത് ലംഘിച്ച് 1.5 മാസത്തോളം ചെന്താമര ഈ നെന്മാറ പഞ്ചായത്തിലെ ഈ കൊല ചെയ്യപ്പെട്ടവരുടെ വീടിന് സമീപത്ത് വന്ന് താമസിച്ചിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പോലീസിനെ പ്രതിരോധത്തിലാക്കിയിരിക്കുന്നത്. അത് ഏറെക്കുറെ വ്യക്തവുമാണ്. മിക്കവാറും പോലീസുകാർക്കെതിരെ നടപടി വന്നേക്കും അല്ലേ ഇക്ബാൽ? തീർച്ചയായും അരുൺകുമാർ, അതായത് ഒരു അശ്രദ്ധയല്ല പോലീസിൻ്റെ ഭാഗത്തു ഉണ്ടായിട്ടുള്ളത്, ഒരു ഗുരുതര വീഴ്ചയാണ് പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. കൃത്യമായി തന്നെ ജാമ്യ വ്യവസ്ഥയിലും അതുപോലെ തന്നെ ജാമ്യ ഉപാധിയിലെല്ലാം കൃത്യമായി തന്നെ പറയുന്നുണ്ട്. ആദ്യഘട്ടത്തിൽ നെന്മാറ പോലീസ് സ്റ്റേഷൻ പരിധിയിലേക്ക് പ്രവേശിക്കാൻ പാടില്ല എന്ന രീതിയിലുള്ള ഒരു നിർദ്ദേശം പ്രതിയായ ചെന്താമരയ്ക്ക് കോടതിയിൽ നിന്ന് ലഭിക്കുന്നു. അതിനുശേഷം പിന്നീട് ഇളവ് തേടി അദ്ദേഹം കോടതിയെ സമീപിച്ച സമയത്ത് ചെന്താമരയ്ക്ക് കിട്ടുന്നത് നെന്മാറ പഞ്ചായത്തിൽ തന്നെ പ്രവേശിക്കരുതെന്നാണ്. ഈ മരണപ്പെട്ടിട്ടുള്ള സുധാകരൻ്റെ മകളും അതുപോലെ തന്നെ നാട്ടുകാരും പരാതി നൽകിയപ്പോൾ ചെന്താമര കൃത്യമായി തന്നെ ആ വീട്ടിലുണ്ടെന്ന് പോലീസ് അവിടെ പോയി തന്നെ കണ്ട് മനസ്സിലാക്കിയതുമാണ്. മാത്രമല്ല അവിടെ നിന്ന് പോലീസ് സ്റ്റേഷനിലേക്ക് വരാനുള്ള നിർദ്ദേശമാണ് ചെന്താമരയ്ക്ക് പോലീസ് നൽകിയിട്ടുള്ളത്. അവിടുന്ന് ഉടൻ തന്നെ കസ്റ്റഡിയിലെടുത്ത് ജാമ്യ വ്യവസ്ഥ റദ്ദാക്കണം അല്ലെങ്കിൽ ജാമ്യം റദ്ദാക്കണമെന്ന് പറഞ്ഞ് കോടതിയെ സമീപിക്കേണ്ട പോലീസാണ് ചെന്താമരയ്ക്ക് ഒരു ഇളവ് നൽകുന്ന രീതിക്ക് അല്ലെങ്കിൽ സഹായം നൽകുന്ന രീതിക്ക് പ്രവർത്തിച്ചത്. അതുകൊണ്ട് തന്നെയാണ് പോലീസിന്റെ ഭാഗത്തു നിന്ന് വന്ന ഗുരുതര വീഴ്ചയാണ് ഈ 2 മരണങ്ങൾക്കും കാരണമെന്ന രീതിയിലുള്ള ആരോപണങ്ങളും ഇപ്പോൾ ഉയരുന്നത്. അല്പസമയത്തിനകം തന്നെ ഏതായാലും പോസ്റ്റ്മോർട്ടം നടപടികൾ നടക്കും. അരുൺകുമാർ, 9 മണിയോടുകൂടിയാണ് പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ വെച്ച് മരിച്ചിട്ടുള്ള സുധാകരൻ്റെയും അമ്മ ലക്ഷ്മിയുടെയും പോസ്റ്റ്മോർട്ടം നടപടികൾ നടക്കുക. ഇവരുടെ ശരീരത്തിൽ നിരവധി മുറിവുകൾ ഉള്ളതുകൊണ്ട് തന്നെ പോസ്റ്റ്മോർട്ടം നടപടികൾ വൈകും എന്ന രീതിയിലുള്ള വിവരങ്ങളും വരുന്നുണ്ട്. കാരണം ഈ പോസ്റ്റ്മോർട്ടത്തിൻ്റെ ഇതിനൊപ്പം തന്നെ ഇവരുടെ മുറിവുകൾ തുന്നിക്കെട്ടതുണ്ട്. അതുകൊണ്ട് തന്നെ 11 മണിക്ക് ശേഷമായിരിക്കും പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് വിട്ടു നൽകുക. എന്തായാലും ജാമ്യത്തിലിറങ്ങിയ ഒരു കൊലക്കേസ് പ്രതി നേരത്തെ കൊലപാതകം നടത്തിയ കൊലപാതകത്തിനിരയായ സജിതയുടെ ഹസ്ബൻഡിനെയും ആ ഹസ്ബൻഡിൻ്റെ അമ്മയെയും വെട്ടിക്കൊന്നു എന്നുള്ളത് നമ്മളെ വല്ലാതെ നടുക്കിയ ഒരു വാർത്തയാണ് എന്നുള്ളതാണ്.